നമ്മളെ അമ്മേരെ അപ്പത്തേക്ക് ഉള്ള കാലങ്ങളിലെ ഉള്ളതാണ്. അറിഞ്ഞൂടെ. വട്ടപ്പാറ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വട്ടത്തിലുള്ള പാറ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എടുക്കാം. പക്ഷേ ഈ പാറ എന്നുള്ള പ്രയോഗം പ്രാചീന കാലത്തൊന്നും ഇല്ലായിരുന്നു. അന്നെല്ലാം കല്ലെന്നാണ് ഉപയോഗിച്ചത്. പാറയ്ക്ക് പകരം കല്ല് എന്നാണ്. പാറ എന്ന് ഉപയോഗിച്ച് പാറ എന്നല്ല അതിൻ്റെ യഥാർത്ഥ ഉപയോഗം പൊറയെന്ന്. പൊറ എന്ന് പറഞ്ഞാൽ മല എന്നാണ്, അല്ലെങ്കിൽ കുന്ന് എന്നാണ്, പൊറയാണ്. മറിച്ച് ഈ പാറയ്ക്ക് ഇന്ന് നമ്മൾ പാറ എന്ന് പറയുന്നതിന് കല്ല് എന്നാണ് സംഘകാല പ്രയോഗം. അപ്പോൾ അങ്ങനെ രൂപപ്പെട്ടതുമാകാം. വട്ടത്തിലുള്ള കുന്ന് അല്ലെങ്കിൽ വട്ടത്തിലുള്ള മല എന്നുള്ള നിലയ്ക്ക് രൂപപ്പെട്ടതുമാകാം. വട്ടത്തിലുള്ള പാറ എന്ന നിലയ്ക്ക് പാറ എന്നുള്ള പ്രയോഗം 500 കൊല്ലത്തിന് ഇപ്പുറമാണ് നമ്മൾ പാറ എന്നുള്ള, അതായത് കല്ലിന്, വലിയ കല്ലിന് പാറ എന്നുള്ള പ്രയോഗം. ഈ വട്ടപ്പാറയ്ക്ക് വട്ടത്തിലുള്ള പാറ എന്നുള്ള അർത്ഥത്തിലും സ്ഥലനാമം രൂപപ്പെടാം, വട്ടത്തിലുള്ള മല എന്നുള്ള അർത്ഥത്തിൽ രൂപപ്പെടാം. ഇത് രണ്ടും ആ പ്രദേശത്തിന് ചേരുന്നതാണ്. കാരണം ചിറ്റാഴ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. നമ്മൾ വട്ടപ്പാറയ്ക്ക് പോകുന്നതിൽ വലിയ കുഴിയാണ്. നമ്മൾ കുന്നിൽ നിന്നുകൊണ്ടാണ് കുഴിയിലേക്ക് പോകുന്നത്. അത് ചിറ്റാഴ എന്നാണ് അറിയപ്പെടുക. ആഴമുള്ള സ്ഥലമെന്നാണ്, വലിയ കുഴിയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ പാറ എന്ന് പറയുന്നത് വട്ടത്തിലുള്ള മലയെന്ന അർത്ഥത്തിലും എടുക്കാം. ഒരു പക്ഷേ പാറ അവിടെ ലഭ്യമായതുകൊണ്ട് വട്ടപ്പാറ എന്നുള്ള അർത്ഥത്തിലും ഈ സ്ഥലനാമം രൂപപ്പെടാം.